അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലെ കണ്ടുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണോ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അമേരിക്കയിൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് പറയാം ഇതാദ്യമായിട്ടല്ല ഒരു അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും അമേരിക്കയിലെ പ്രസിഡന്റുമാർക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ആ രാജ്യത്തിൻ്റെ തന്നെ പിറവിയോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് ഈ ആക്രമണങ്ങളുടെയൊക്കെ ആരംഭത്തിന്. ഒരു സാധാരണ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പദവി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ പദവി ഇരിക്കുന്ന ഒരു മനുഷ്യന് അത്രത്തോളം തന്നെ സുരക്ഷയും ഉണ്ടായിരിക്കും. ആ സുരക്ഷാ കവചങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഒരു അക്രമി അവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസിഡന്റ് മരണപ്പെട്ടാലോ അത് ആ രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷാ വീഴ്ചയെ തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നേരെ ഉണ്ടായ ആക്രമണവും ഇതൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും. ഇത് തന്നെയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ്. ആ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിനു മുമ്പ് ഏതൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്, ആരൊക്കെയാണ് മരിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വിവരങ്ങളിലേക്കൊന്ന് പോവാം. ഇറ്റ്സ് മീ അരുൺ, വെൽക്കം ടു അരുൺ ടോക്സ്. നമുക്ക് ട്രംപിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള പ്രചരണ പരിപാടിയിലാണ് ട്രംപ് ഇപ്പോൾ ഉള്ളത്. അതിനായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പൊതുയോഗ പരിപാടി പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ സംസാരിക്കാനായിട്ട് അദ്ദേഹം ഒരു 6 മണി കഴിഞ്ഞതുകൂടി അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ 6 മണിക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് എണീക്കുന്നു. അദ്ദേഹം സംസാരിച്ച് തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഒരു 6:15 കൂടി തന്നെ അദ്ദേഹത്തിന് നേരെ ആദ്യത്തെ വെടി ഉതിരുകയാണ്. പെട്ടെന്ന് ശബ്ദനായപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഒരു സൈഡിലൂടെയാണ് ആ ഒരു വെടിയുണ്ട പാസ് ചെയ്ത് പോയതെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചെറിയൊരു മുറിവുണ്ടാക്കിക്കൊണ്ട് ആ വെടിയുണ്ട പാസ് ചെയ്ത് പോവുകയും പെട്ടെന്ന് ശബ്ദനായി അവിടെ സദസ്സിലുണ്ടായിരുന്നവരും അദ്ദേഹമൊക്കെ അവിടെ പകച്ചു പോവുകയും പെട്ടെന്ന് അദ്ദേഹം ആ ഡയസിൻ്റെ താഴേക്ക് അദ്ദേഹം മറയുകയാണ് ചെയ്തത്. അപ്പോൾ ചെവിയിൽ കൊണ്ട് ഒരു വളരെ മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചെവി തുളച്ചുകൊണ്ട് ആ ഒരു വെടിയുണ്ട കടന്നുപോയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം തന്നെ സംഭവിച്ചേനെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ആ ഉള്ള ആക്രമണകാരിയെ വെടിവെച്ച് കൊല്ലുകയും അദ്ദേഹം ഒരു 20 വയസ്സുകാരനായ തോമസ് മാത്യു ക്രൂക്ക് എന്ന പേരുള്ള ഒരു 20 വയസ്സുകാരനായ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു അനുഭാവി തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി ഏതാണോ അതേ പാർട്ടിയിൽ തന്നെ ഒരു അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഏജൻസി എന്ന് വിശ്വസിക്കപ്പെടുന്ന സീക്രട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസിയാണ് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ സുരക്ഷ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ അവരുടെ ആ ഒരു സുരക്ഷയെ ഭേദിച്ചുകൊണ്ടാണ് കേവലം 180 മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് ട്രംപിന് നേരെ ഒരു 20 വയസ്സുകാരൻ ആ വെടിയുതിർത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഈ വെടിയുതിർത്തതിന് ശേഷം പോലും സുരക്ഷ വളരെ നന്നായിട്ടല്ല ചെയ്തിരുന്നത് എന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ട്രംപിനെ അവിടെ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പൊതിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ചുറ്റും പൊതിഞ്ഞുകൊണ്ടൊരു മനുഷ്യ കവചം തീർത്തുകൊണ്ടാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ സമയത്ത് പോലും ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ തല പുറത്തേക്കാണ് ഇരുന്നത്. ആ സമയത്ത് മറ്റൊരു ആക്രമണകാരി ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിരുന്നതെങ്കിൽ അത് വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ പറയുന്നത്. അതായത് അതിനുശേഷം വെടിയുതിർത്തതിന് ശേഷമുള്ള സുരക്ഷ പോലും വളരെ കൃത്യമായിട്ടല്ല അവിടെ നിർവഹിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തിന് ഒരു വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവന് ആപത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത്, അതായത് ട്രംപിന് നേരെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പ്രസിഡന്റ് നേരെ ഉണ്ടായ ആക്രമണം 1981 നടക്കുന്നത്. അതായത് 1981 പ്രസിഡന്റ് റൊണാൾഡ് റീഗന് നേരെയാണ് നടന്നത്. അതിനുശേഷം 81 ശേഷം ഇതാദ്യമായാണ് അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ നടന്ന സംഭവത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുമ്പ് ഇനി വേറെയും പ്രസിഡന്റുമാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത ആരാണെന്ന് നോക്കാം. അമേരിക്കയിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് അതാണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ. 1865 ഏപ്രിൽ 14 വാഷിങ്ടണിലെ ഫോർഡ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസിൻസ് എന്ന് പറയുന്നൊരു ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിന്നിലായി അക്രമി വെടിയുതിർത്തത്. ജോൺ മിൽക്കസ് ബൂത്ത് എന്നായിരുന്നു ആക്രമിയുടെ പേര്. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടുന്നു എന്നുള്ളതായിരുന്നു അക്രമിക്ക് പറയാനുണ്ടായിരുന്ന കാരണമെന്നുള്ളത്. ഏപ്രിൽ 15 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു.
ജെയിംസ് ഗാർഫീൽഡ്. അമേരിക്കയുടെ 20ാമത്തെ പ്രസിഡൻ്റായിരുന്നു ജെയിംസ് ഗാർഫീൽഡ്. 1881 ജൂലൈ 2-നാണ് ഇദ്ദേഹം അക്രമിയുടെ വെടിയേറ്റ് മരണപ്പെടുന്നത്. ന്യൂ ഇംഗ്ലണ്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു ചാൾസ് ഗീറ്റു എന്നുള്ള അക്രമകാരി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. ലിയോൺ മക്കൻലി. അമേരിക്കയുടെ 25ാമത്തെ പ്രസിഡൻ്റായിരുന്നു ലിയോൺ മക്കൻലി. ന്യൂയോർക്കിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് നേരെ അക്രമകാരി വെടിയുതിർക്കുന്നത്. ലിയോൺ എഫ് സോൾഗോസ് എന്നായിരുന്നു ആ അക്രമകാരിയുടെ പേര്. 1901 സെപ്റ്റംബർ 6-നാണ് അക്രമകാരി അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുന്നത്. 8 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം 1901 സെപ്റ്റംബർ 14-നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജോൺ എഫ് കെന്നഡി. അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡൻ്റായിരുന്നു ജോൺ എഫ് കെന്നഡി. 1963 നവംബർ 22-ന് അദ്ദേഹത്തിൻ്റെ ഡാലസ് സന്ദർശനത്തിനിടെയാണ് അദ്ദേഹത്തിന് നേരെ അക്രമി വെടിയുതിർക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതി ലീ ഹാർവി ഓസ്ലഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.